ആർടെമിസ് 2 ദൗത്യത്തിന് ചന്ദ്രനിലേക്ക് ഇക്കഴിഞ്ഞ 2-ാം തീയതി പുറപ്പെട്ട വിവരം വാർത്തകളിലൂടെയും മറ്റും അറിഞ്ഞതാണല്ലോ. 50 വർഷത്തിന് ശേഷം വീണ്ടും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാനും പുതിയ പഠനങ്ങൾ നടത്താനുമുള്ള മുന്നൊരുക്കത്തിലാണ് ശാസ്ത്രലോകം. സൂറത്തുർ റഹ്മാനിലെ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാത്ത് എന്ന ആയത്തു പ്രകാരം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശത്തിന് അടിയിലാണോ നിലകൊള്ളുന്നത്? എങ്ങനെ ഇതിനെ മനസ്സിലാക്കാം? മനുഷ്യന് ചന്ദ്രാരോഹണം സാധ്യമാണോ? ശാസ്ത്രലോകത്തിൻ്റെ തെളിവുകൾ വിശ്വാസയോഗ്യമാണോ? എന്തിനെ അവിശ്വസിക്കണം? ശാസ്ത്രലോകത്തിൻ്റെ തെളിവുകൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശാസ്ത്രലോകത്തിൻ്റെ തെളിവുകൾ ശാസ്ത്രീയമായി നമുക്ക് അംഗീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ആർടെമിസ് 2 എന്ന് പറയുന്നത് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടാണോ കടലിൽ പതിച്ചത്, അതോ പൂർത്തിയാക്കാതെയാണോ കടലിൽ പതിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ ചോദ്യം പോയപ്പോഴുള്ളതാണ്, അറിഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഇന്നലെ ഞാൻ കടലിൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രനെ വട്ടമിട്ട് കറങ്ങി അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി പോന്നു എന്നുള്ള മാതിരി ഇന്ന് കണ്ട റിപ്പോർട്ട്. ഇന്നലെ കണ്ട റിപ്പോർട്ട് അത് പരാജയപ്പെട്ട രീതിയിൽ കടലിൽ ചാടി അതിലാളുകളൊക്കെ പാരച്യൂട്ടിലും മറ്റുമൊക്കെ ആയിട്ട് ഇറങ്ങി എന്നാണ് ഇന്നലത്തെ റിപ്പോർട്ട്. ഇപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും റിപ്പോർട്ട് കണ്ടാൽ ചന്ദ്രനിലേക്ക് പോയത് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയില്ലേ ഒന്നും അറിയില്ല. ആയത്തിനെ പൊടുക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഈ വിഷയത്തിലില്ലല്ലോ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ എന്ന് നമ്മൾ റഹ്മാൻ സൂറത്തിലെ ആയത്ത്. ഈ ആയത്തിൽ ഇപ്പം എന്താ ഉള്ളത്? ഇതൊന്ന് പരലോകത്ത് പ്രത്യേകം വിളിച്ചു പറയുന്നതും പരലോകത്ത് അള്ളാഹുവിൻ്റെ അജയ്യ ശക്തി പറയുന്നതും ആ ശക്തിയെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതുമാണ് ഈ ആയത്തിലെ വിഷയമെന്നാണ് ഒരു തഫ്സീർ. വളരെ പ്രധാനപ്പെട്ട തഫ്സീറും തഫ്സീറിൻ്റെ കിതാബുകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തഫ്സീറുകളിലൊക്കെ പറയുന്ന തഫ്സീറും ഇതാണ്. ഇനി ഇതല്ല, ഇഹലോകത്തും പരലോകത്തും എല്ലാം പറ്റുന്ന വിധം ആയത്തിൻ്റെ വ്യാപകമായ നിലപാടിൽ എന്നേക്കും ബാധകമാണെന്ന് വന്നാലും ഈ ആയത്തിലുള്ളത് എന്താണ്? ആകാശലോകങ്ങളുടെയും ഭൂമികളുടെയും ദിഗന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് ഉത്കർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അള്ളാഹു തആലാൻ്റെ പ്രത്യേക അധികാരപ്രകാരമല്ലാതെ സ്വാധീനപ്രകാരമല്ലാതെ കഴിവ് പ്രകാരമല്ലാതെ ഒന്നിനും കഴിയില്ല. അങ്ങനെ എന്താ ഉറപ്പ്? സംശയം? അള്ളാഹിൻ്റെ കഴിവ് പ്രകാരമല്ലാതെ കഴിയില്ല എന്ന് ഉറപ്പല്ലേ? എന്തിനെ ഭേദിച്ചാണ്, ഏത് ശാസ്ത്രീയ മുന്നേറ്റമാണ് മുന്നോട്ട് പോയത് അള്ളാഹുവിൻ്റെ കഴിവിനപ്പുറം? ഇപ്പോൾ അന്തരീക്ഷത്തിൻ്റെ വായുമണ്ഡലത്തിൽ നിന്ന് അപ്പുറം പോകുന്ന ആ സമയത്തേക്ക് പാലിക്കേണ്ട ചിട്ടകളൊക്കെ ഒത്തുകൊണ്ട് ഇവർക്ക് പോകാൻ കഴിയുള്ളൂ. വായുമണ്ഡലത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോരേണ്ട രീതിയിൽ ഇപ്പുറത്ത് വരുമ്പോൾ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. അതിന് പറ്റുന്ന വിധത്തിൽ എന്ത് ആർടെമിസിനും ആയാലും മറ്റെന്ത് സാധനമായാലും കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അന്തരീക്ഷത്തിൻ്റെ വായുമണ്ഡലത്തിനപ്പുറം ചന്ദ്രനിൽ കാലുകുത്തി എന്ന് തന്നെ 53 വർഷം മുമ്പ് 1969 നീൽ ആംസ്ട്രോങ്ങും മറ്റുമൊക്കെ കാലുകുത്തി എന്ന് പറഞ്ഞ കാലത്ത് അതിന് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മളൊരിക്കലും അത് അവിശ്വസിക്കുന്നുമില്ല. ചന്ദ്രനിൽ കാലുകുത്തി, ചന്ദ്രനിൽ പോയി, ദൗത്യം വിജയം കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്കാലത്ത് അത് ശരിയാകില്ലെന്നും നടക്കില്ലെന്നും പറഞ്ഞ ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവർകൾ പ്രത്യേകമായി തൻ്റെ നുസ്റത്തുൽ അനാം അപ്പോൾ തുടങ്ങിയ കാലമാണ്, ആരംഭിച്ച കാലമാണ് 1969. ഈ 69-ൽ ആരംഭിച്ച കാലത്ത് ചന്ദ്രാരോഹണം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന് ശൈഖുനാ അവർകൾ പ്രത്യേകം ലേഖനം സ്വന്തം പേര് വെച്ച് എഴുതിയിട്ടുണ്ട് നുസ്റത്തുൽ അനാമിൽ. ആകാശലോകത്താണ് ചന്ദ്രൻ എന്ന് വന്നാലും താഴെയാണ് ചന്ദ്രൻ എന്ന് വന്നാലും പഴയ ശാസ്ത്രീയ നിലപാടെടുത്താലും പുതിയ ശാസ്ത്ര നിഗമനം സൗരയുദ്ധത്തിൻ്റെ സിദ്ധാന്തം വന്നതിന് ശേഷമുള്ളതെടുത്താലും എല്ലാം ചന്ദ്രനിൽ മനുഷ്യന് സ്വാധീനം ചെലുത്താനും അങ്ങോട്ട് എത്താനും കാലുകുത്താനും ഒക്കെ സാധിക്കുന്നതിനെതിരില്ല. അതൊക്കെ വളരെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഭൂലോകത്ത് എവിടെയും എത്താനും ഭൂമിയുടെ അപ്പുറത്ത് അള്ളാഹു തആല അനുവദിച്ചിട്ടുള്ളിടങ്ങളിലെല്ലാം അള്ളാഹു നൽകുന്ന കഴിവ് പ്രകാരം അള്ളാഹിൻ്റെ നിയമവ്യവസ്ഥിതി പ്രകാരം ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹുവിൻ്റെ അധികാര വ്യവസ്ഥിതി പ്രകാരം, ഈ അധികാര വ്യവസ്ഥിതി പ്രകാരം കാര്യങ്ങളൊക്കെ നടത്താൻ മനുഷ്യന് പരമാവധി കഴിയുന്ന. ഇങ്ങനെയൊക്കെ പോയാൽ നമ്മളിപ്പോൾ ഈ ആകാശം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആകാശം 7 അടുക്കുകളായി 7 ആകാശമുണ്ട് എന്നാണ് ഖുർആനും ഹദീസും ഒക്കെ തരുന്ന
വ്യക്തമായ മൊഴി പ്രകാരമുള്ള ബാഹ്യമൊഴി പ്രകാരമുള്ള നമ്മളുടെ വിശ്വാസം. കാരണം റസൂലുള്ളാഹി തങ്ങൾ ആകാശം പ്രവേശിക്കുന്ന നേരത്ത് അവിടെ വാതിലുകളുണ്ടായിരുന്നു. ആ വാതിലുകൾ കടന്നാണ് ആകാശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയത്. അള്ളാഹു തആലയുടെ അനുമതിയുണ്ടോ, സമ്മതമുണ്ടോ, അള്ളാഹു ഏൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചിട്ടാണ് അതിനേൽപ്പിക്കപ്പെട്ട മലക്കുകൾ തുറന്നു കൊടുത്തത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശവും കടന്നുകൊണ്ട് അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും ഗോളങ്ങളെയും കണ്ട് അള്ളാഹുവിൻ്റെ തിരുഹളറത്തിൽ നേരിട്ട് അള്ളാഹുവിൻ്റെ ദർശനം കഴിഞ്ഞ് സംഭാഷണം കഴിഞ്ഞ് തിരിച്ചെത്തിയത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അന്ന് ഈ പറയുന്ന ആർട്ടേമിസോ അങ്ങനത്തെ ഒന്നും ഒരു സാധനമല്ല. ഇതൊന്നും ഒരു ചെലവുമില്ലാതെ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും നോക്കാതെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഹബീബായ നബിക്ക് അനുവദിച്ചിട്ടുള്ള മുഅ്ജിസത്ത് പ്രകാരമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടങ്ങളൊക്കെ പോയത്. മുഅ്ജിസത്ത് പ്രകാരം പോകാവുന്ന ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതിക്ക് അനുസാരമായി പോയി വന്ന ഇടങ്ങളിൽ സാധാരണമായ മാധ്യമങ്ങളും കാര്യകാരണ ലോകത്തിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമാക്കി കൊണ്ടുപോകാൻ മനുഷ്യന് കഴിയുമെന്നതുകൊണ്ടാണല്ലോ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ വളരെ വലിയ മനുഷ്യനായി, വളരെ വലിയ സൃഷ്ടിയായി മാറിയത്. എല്ലാറ്റിനെയും കീഴടക്കുന്നത് മനുഷ്യനാണ്. ഭൂമിയിലാണ് അവരുടെ വാസം. ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം, പുതിയ ശാസ്ത്രീയ നിഗമനമനുസരിച്ച് സൂര്യകുടുംബത്തിൽ ഒരു ചെറിയ ഗോളമാണ്. സൂര്യകുടുംബത്തിൽ ഒരു ചെറിയ ഗോളത്തിൽ നിവസിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർ സൂര്യനെയും അതിൻ്റെ അപ്പുറമുള്ളതിനെയും സൂര്യനടക്കമുള്ള ഇപ്പോഴത്തെ ഈ ഗാലക്സി പോയിട്ട് മറ്റേതെല്ലാം കോടാനുകോടി കിലോമീറ്ററുകൾക്കും മൈലുകൾക്കും പ്രകാശവർഷങ്ങൾക്കും അപ്പുറം കിടക്കുന്ന പലതരത്തിലുള്ള ഗാലക്സികളും അവിടെയുള്ള ഗോളങ്ങളുമൊക്കെ പോകാനും കീഴടക്കാനുമുള്ള പവറും ശക്തിയും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്നതുകൊണ്ടാണല്ലോ ഈ ഭൂമിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ച ഈ മനുഷ്യൻ അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ എല്ലാറ്റിൻ്റെയും അധിപനായി മാറുന്നത്. ഇവരുടെ സഹോദര സൃഷ്ടിയായ ജിന്നും യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് വിളിക്കുമ്പം തന്നെ ഒരു ചെറിയ ഉറുമ്പ് വാസ്തവത്തിൽ മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റും. ഒരു ചെറിയ കുറുമ്പ് മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ദുർബലത. അതേസമയം എല്ലാ സൃഷ്ടികളെയും കീഴടക്കാനും എല്ലാ സൃഷ്ടികളെയും സ്വന്തം ചൊൽപ്പടിക്ക് നിർത്താനും നിയന്ത്രിക്കാനും പറ്റുന്ന അത്ര ഉയർന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ ചിന്താപരമായും ശാസ്ത്രീയമായും മറ്റെല്ലാ നിരത്തിലും ഉയർന്നു നിൽക്കുന്നു എന്നത് മനുഷ്യനെ സൃഷ്ടിച്ചേളം മുതൽ ഇന്ന് വരെയുള്ള അനുഭവമാണ്. ആ നിലക്ക് തന്നെയാണ് ജിന്ന് ഇൻസ് വിഭാഗമേ എന്ന് അപ്പോഴും വിളിക്കുന്നത്. മറ്റുള്ള സൃഷ്ടികളൊക്കെ അല്ലല്ലോ വിളിക്കുന്നത് ജിന്ന് ഇൻസ്. ജിന്ന് ഇൻസ് വിഭാഗമാണ് ബുദ്ധിയും വിവേകവും നൽകി അറിവും ജ്ഞാനവും നൽകി വികസിക്കാനും ചിന്തിക്കാനും വ്യവസ്ഥിതികളൊക്കെ മനസ്സിലാക്കാനും ആവശ്യത്തിற்கு അനുസാരമായി കൊണ്ട് മുന്നോട്ട് പോകാനും ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ശാസ്ത്രീയമായ നിലപാടിലൂടെ ഉയരാനും എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്താനും അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളവരാണല്ലോ ജിന്നും ഇൻസും. അതിൽ ജിന്നിൻ്റെ പ്രവർത്തനം എവിടെ എത്തിക്കണമെന്ന് നമ്മളറിയില്ല. കാരണം മനുഷ്യരിൽ നിന്ന് അജ്ഞാതമായി അദൃശ്യമായി കഴിയുന്ന ഒരു പടപ്പ് എന്നുള്ളവർക്ക് അവരുടെ വിവരം നമുക്കില്ല. നമ്മളെ അവർ കാണുന്നുണ്ട്, അതുകൊണ്ട് നമ്മളെ വിവരം അവർക്കുണ്ട് മനുഷ്യരെവിടെ എത്തിക്കണമെന്ന്. അപ്പം മനുഷ്യർ അല്ലാഹു തആലാന്റെ സുൽത്താനും അധികാര വാഴ്ചയും അല്ലാഹു തആലാന്റെ അധികാര വ്യവസ്ഥിതിയും മനസ്സിലാക്കി അതിന് വിധേയമായി കൊണ്ട് മാത്രമുള്ള മനുഷ്യൻ്റെ മുന്നേറ്റം നടന്നിടത്തോളമൊക്കെയും നമ്മൾ നിഷേധിക്കേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ തന്നെയാണ് ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ച് ശാസ്ത്രീയമായി പറയുന്നതോ അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടതുമില്ല. വിശ്വസിക്കുന്നതിനെതിരില്ല എന്ന് മാത്രമാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അവിടെ ഇവിടെയും ഒക്കെ പോയി നമ്മൾ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ ചന്ദ്രനേക്കാളും ചെറിയ സാധനം എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് മിൽക്കി വേ എന്നറിയുന്ന ഗാലക്സി, ക്ഷീരപഥം എന്നറിയുന്ന ഗാലക്സി, ആ ഗാലക്സിയിലെ മിന്നാമിനുങ്ങുകളായ നക്ഷത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് നമ്മളെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ, നമ്മളത് ദർശിക്കണമെങ്കിൽ എത്രയോ ലക്ഷം വർഷം മുമ്പ് അവിടെ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ പതിച്ച് വേണം അത് നമ്മൾ കാണാൻ. അത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് അല്ലാഹു വിശുദ്ധ ഖുർആൻ നൽകിയ വിവരപ്രകാരം അത്ര ലക്ഷം വർഷങ്ങളൊന്നും ആയിട്ടില്ല.
അത്ര ലക്ഷക്കണക്കിന് വർഷങ്ങളൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഒക്കെ എത്രയോ ലക്ഷം വർഷം മുൻപ് വന്ന പ്രകാശമാണ് നമ്മുടെ കണ്ണിൽ തട്ടിയിട്ട് നമ്മളത് കാണുന്നത്. അപ്പം നക്ഷത്രങ്ങൾ നമ്മൾ അതിനാണ് പറയുന്നതേ ഉള്ളൂ. വലിയ 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 അള്ളാഹു തആലാന്റെ ഗോളങ്ങളാണ് അതൊക്കെ. ആ കാണുന്ന കോണങ്ങളിലേക്ക് പോകാൻ എന്താണത്, എങ്ങനെയാണ് പോകുക എന്നൊക്കെ നോക്കാനും ചിന്തിക്കാനുള്ള ബുദ്ധിയും വിശേഷവും അറിവും, ആ അറിവനുസരിച്ച് കാര്യങ്ങൾ നടത്താനുള്ള ശേഷിയും ബുദ്ധിജീവിയായ മനുഷ്യൻ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. ആ നൽകിയതിൻ്റെ വെളിച്ചത്തിലാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളെല്ലാം. അതിനെയൊന്നും നിഷേധിക്കേണ്ട കാര്യം ഇസ്ലാമിനില്ല, മുസ്ലിങ്ങൾക്കുമില്ല, ഇസ്ലാമിക പ്രമാണങ്ങൾക്കുമില്ല. അതേസമയം ഈ ആയത്തിൽ പറഞ്ഞ പോലെ ദാത്തംഫുന ഇല്ല ബിസുൽത്താൻ, അള്ളാഹുവിൻ്റെ അധികാര വ്യവസ്ഥയ്ക്കനുസരിച്ച് കൊണ്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താനും പോകാനും കാണാനും കീഴടക്കാനും ചവിട്ടാനും ഒക്കെ കഴിയുള്ളൂ. ഒന്നാമത്തെ ദൗത്യം ചന്ദ്രനിൽ കാലുകുത്തി പോരല്ലേനു, വേറൊന്നും ഇവിടെ നടത്തിയിട്ടില്ല, ഗവേഷണമൊക്കെ നടത്തി. ഇപ്പം പോയത് വട്ടം കറങ്ങിയിട്ട് അതിനെ ചുറ്റിയിട്ട് ഭ്രമണപഥത്തിലൊന്നിങ്ങനെ കറങ്ങിയിട്ട് പോരാനാണ് എന്നാണ് ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് വായിച്ചാലും മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ അവിടെ എത്താതെ അങ്ങോട്ട് തിരിച്ച് അതിൻ്റെ ലെവലിലെത്തിയിട്ട് ഇങ്ങോട്ട് ചാടി കടലിൽ എന്നാണ് ഇപ്പം പറയുന്നത്. എങ്ങനെ വന്നാലും മനുഷ്യൻ അത്രയേ എത്തിയിട്ടുള്ളൂ, ചന്ദ്രൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ലോ. ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ്. നമ്മുടെ ഭൂമിയുടെ തന്നെ ഒരു ഉപഗ്രഹം ശാസ്ത്രീയ വിവരമനുസരിച്ച്. അങ്ങനത്തെ ഒരു ഉപഗ്രഹത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സൂര്യനിൽ പോയി എന്ന് പറഞ്ഞാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. കാരണം അതിൻ്റെ എല്ലാറ്റിനെയും ഭേദിക്കാൻ പറ്റുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതിക്ക് അനുസാരമായി സാധിക്കും എന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൻ്റെ ഒക്കെ അധിപരായിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന മനുഷ്യരുടെ പ്രകാശത്തിൻ്റെ കണം കൊണ്ടാണ് ഈ ചന്ദ്രഗോളവും അതുപോലെയുള്ള മറ്റെല്ലാ ഗോളങ്ങളും അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൂര്യന്മാരും സൂര്യയുധങ്ങളും സൗരയുധങ്ങളും എല്ലാത്തരം ഗാലക്സികളും ആ ഗാലക്സികളുടെ നക്ഷത്രങ്ങളും എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അപ്പോൾ മുത്തുനബിയുടെ പ്രകാശത്തിൻ്റെ കണിക കൊണ്ട് സൃഷ്ടിച്ചിടത്തേക്ക് മുത്തുനബിയുടെ പ്രകാശം നല്ലപോലെ ലഭിച്ചിട്ടുള്ള അവരുടെ വർഗത്തിൽപ്പെട്ട മനുഷ്യനെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസവുമല്ല. അങ്ങനെ എത്തിയിട്ട് മനുഷ്യന്മാർ അതെല്ലാം കീഴടക്കിയാലും അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതിക്ക് അനുസാരമായി മാത്രം ജീവിക്കേണ്ട അള്ളാഹു സൃഷ്ടിച്ച ഒരു ഉദാത്ത സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന തത്വമാണ് അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ തന്നെയാണ് നമ്മളെ പറ്റി മനസ്സിലാക്കേണ്ടതും. അല്ലാതെ പരിശ്രമിക്കേണ്ടവരും പോകേണ്ടവരും ഒക്കെ പോകാം, പോയി എന്ന് പറയുന്നു എന്ന് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. വിശ്വാസയോഗ്യമാണോ എന്ന് വെച്ചാൽ വിശ്വസിക്കാം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആകാശത്തിനടിയിലാണോ ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ നിലകൊള്ളുന്നത് വെച്ചാൽ ആകാശത്തിൻ്റെ പരിധി നമുക്കറിയില്ലല്ലോ. ശൂന്യാകാശം എന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. അതായത് ഇല്ലാത്ത ആകാശം. ആകാശം എന്ന സ്ഥലത്ത് സ്ഥൂലമായിട്ടൊരു ആകാശം ഇല്ല. അന്തരീക്ഷം കാണുന്നൊക്കെ ആകാശമാണ്. അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് കുഴപ്പമില്ല. കാരണം മാ അലാക്ക സമ, നിന്റെ ഉപരിഭാഗത്തുള്ള അന്തരീക്ഷമൊക്കെ ആകാശമാകുന്നു എന്നതാണ് ഭാഷാപരമായിട്ടുള്ള നില. ആ ആകാശത്തിൽ നിന്ന് മഴ വർഷിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മഴമേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നത് ആകാശത്തിൽ നിന്ന് വർഷിച്ചു എന്ന് പറയാം. കാരണം മുകളിൽ കാണുന്നതൊക്കെ ആകാശമാകുന്നു എന്നാണ് നമ്മുടെ മുഫസ്സിരിങ്ങൾ ഇത് പറയുമ്പോൾ മേഘത്തിൽ നിന്നാണ് മഴ വരുന്നതെങ്കിൽ അതിനെ ന്യായീകരിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പറയുന്നത്. അപ്പോൾ ആകാശം സ്ഥൂലാകാശം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് വാതിലിൽ മുട്ടിയിട്ട് തുറക്കപ്പെട്ടു പോയ ആ ആകാശത്തിലേക്ക്, ആ ആകാശത്തിങ്കലേക്ക് മനുഷ്യൻ്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ദർശനങ്ങളും അവരുടെ യാതൊരു തരത്തിലുള്ള സൂക്ഷ്മദർശിനികളും ഒന്നും ചെന്നെത്തിയിട്ടില്ല എന്നാണ് ശൂന്യാകാശം എന്ന ഇന്നത്തെ ശാസ്ത്രലോകത്തിൻ്റെ, എന്നത്തെയും നമ്മൾ മനസ്സിലാക്കിയ ശാസ്ത്രലോകത്തിൻ്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ചോട്ടിലാണോ എന്ന് വെച്ചാൽ അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ആകാശം എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മാനത്താണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്. അപ്പം നമ്മൾ കാണുമ്പോൾ മാനത്താണ് എന്ന് പറയുമ്പോൾ ആകാശത്താണ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. സ്ഥൂലാകാശത്തിന് കീഴെയാണോ അല്ലെങ്കിൽ സ്ഥൂലാകാശത്തിനകത്താണോ എന്ന് പറയുന്നതാണ് നോക്കേണ്ടുള്ളൂ. സ്ഥൂലാകാശത്തിന് കീഴെയായാലും കുഴപ്പമില്ല. മാനത്ത് വ്യവസ്ഥിതിയോടുകൂടെ മുന്നോട്ട് നീങ്ങുകയാണല്ലോ ഇത്. യാത് അള്ള പറഞ്ഞ മാതിരി ഹൽ
ഫർജിഇൽ ബസറ കറത്തൈനി യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ എന്ന് പറഞ്ഞ ഹൽ തറാ മിൻ ഫുതൂർ എന്ന് പറഞ്ഞില്ലേ, വിള്ളലോ പൊട്ടോ കാണാതെ അതതിൻ്റെ കൃത്യമായ അളവിൽ തന്നെ അതത് ഗോളങ്ങൾ നമ്മൾ കാണുന്ന നഗ്നനേത്രം കൊണ്ട് കാണുന്നതിൽ വലിയ ഗോളങ്ങൾ സൂര്യനും ചന്ദ്രനാണ്. അതുകൊണ്ടാണ് ഖുർആൻ അത് പറയുന്നത്, എല്ലാവർക്കും തിരിയുന്ന ഭാഷ സൂര്യചന്ദ്രൻ. അപ്പം ആ സൂര്യചന്ദ്രനെ മാത്രം നിരീക്ഷിച്ചാൽ അള്ളാഹു താലാൻ്റെ സൃഷ്ടിവൈഭവവും അള്ളാഹു താലാൻ്റെ കുതിർത്തും മനസ്സിലാക്കാൻ നമുക്ക് എമ്പാടും മതി. അതൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗത്തെ നമ്മൾ ആകാശം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആകാശത്താണ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. സ്ഥൂലാകാശം എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് വരെ എത്തിയിട്ടില്ലാത്ത, ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണത്തിന് ഇന്ന് വരെ വിധേയമായിട്ടില്ലാത്ത ആ സ്ഥൂലാകാശത്തിലാണ് എന്ന് പറയേണ്ട. ചന്ദ്രനിൽ കാലുപോയി കുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആകാശം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ആകാശം കാണാതെയാണ് പോകുന്നത്. അപ്പം താഴെയാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. താഴെയായാലും മേലെയായാലും ഉള്ളിലായാലും അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആകാശം എന്ന് പറഞ്ഞാലും അള്ളാഹുവും അവൻ്റെ തിരുദൂതരും നമുക്ക് അറിവ് തന്നിട്ടുള്ള വിവരങ്ങളിലൊന്നും പൊഴിയില്ല. അതിനെയൊന്നും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതുമില്ല. അതതിൻ്റെ ബാഹ്യ നിലയിൽ തന്നെ മനസ്സിലാക്കിയാലും ഇന്നത്തെ ശാസ്ത്രലോകം നൽകുന്ന ചെറിയ വിവരം, തുച്ഛമായ വിവരം നമുക്ക് അംഗീകരിക്കാം, വിശ്വസിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. തദടിസ്ഥാനത്തിൽ നമ്മളെ മനുഷ്യൻ 53 വർഷം മുമ്പ് നടന്ന അതിന് തുടർച്ചയായി ഇപ്പം ചന്ദ്രനിലേക്ക് രണ്ടാമതൊരു പരീക്ഷണം നടത്താൻ ഒരുങ്ങിയിട്ടേ ഉള്ളൂ. വാസ്തവത്തിൽ അന്ന് നടത്തിയതിൻ്റെ തുടർച്ച എങ്ങനെയോ തുടരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് നടത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്ക് നമ്മളെന്തിനാ അവിശ്വസിക്കണ്? നടത്തിയവരെ നമുക്ക് അഭിനന്ദിക്കാം. ഇനിയും മനുഷ്യൻ തുടരട്ടെ. എങ്ങനെ തുറന്നാലും അതിൻ്റെയൊക്കെ റബ്ബിനെ എല്ലാറ്റിലും കാണാൻ കഴിയും എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്.